ഹായ് ഓൺ ഏവർക്കും ഡ്രാഫ്റ്റഡ് മല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തീയതി 20 ജനുവരി 2025. അപ്പോൾ ഇന്ന് ട്രംപിൻ്റെ ഇന്ന് നൈറ്റ് അമേരിക്കയിൽ ട്രംപിൻ്റെ പുതിയ ഭരണം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇന്ന് മാർക്കറ്റിൽ ഏകദേശം 2% മൂവ് ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി 2% മൂവ് തന്നു, നല്ല സ്ട്രോങ് ആയിട്ടാണ് മൂവ് ആയിരിക്കുന്നത്. അപ്പം നിഫ്റ്റി ഒരല്പം വീക്കാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിഫ്റ്റി ഒരല്പം വീക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഞാൻ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ഓപ്ഷൻ ചെയിൻ നോക്കി അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണ് കൂടുതൽ, അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസസിനെ നമുക്ക് മനസ്സിലാക്കി എങ്ങനെ എൻട്രി എടുക്കാം. അതിനനുസരിച്ച് ഇന്നൊരു ഷോർട്ടിനും ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ചാർട്ടൊന്ന് ഫുള്ള് നോക്കി അനാലിസിസ് നടത്തി എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ളത്, അതിനനുസരിച്ച് നമുക്കിന്ന് ഒരു പെർഫെക്റ്റ് എൻട്രി എടുക്കാം. ഓൾറെഡി നല്ലൊരു മൂവ് 2% മൂവ് തന്നു കഴിഞ്ഞു. ഓക്കെ, ഇപ്പം 2% മൂവ് തന്നു കഴിഞ്ഞപ്പോൾ ഒരു എഗെയിൻസ്റ്റ് പോകുന്നത് വളരെ റിസ്കി ആയിരിക്കും. എന്നിരുന്നാലും നമുക്ക് നോക്കാം, ഓപ്ഷൻ ചെയിൻസ് നോക്കാം, ഇന്ന് മാർക്കറ്റിന് നല്ല രീതിയിൽ തന്നെ അനാലിസിസ് ചെയ്ത് നോക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈക്കോളജി നോക്കാം, റീറ്റെയിലേഴ്സിനെ ഫുൾ ഔട്ട് ചെയ്തൊന്ന് നോക്കാം, ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് ഓപ്ഷൻ ചെയിനൊക്കെ നോക്കി അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഏരിയയിൽ സ്റ്റോപ്പ് ലോസസ് ഒക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കും. ഒട്ടും സമയങ്ങളൊന്നും നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ലാസ്റ്റ് ഡേ ലാസ്റ്റ് ക്ലോസിൽ നിന്നും നിയർലി 1000 വരുന്നത് ഏകദേശം 2% സ്ട്രോങ് അപ്പ് മൂവ്. ഓക്കെ, ഒരു വൺ സൈഡ് ഒരു റാലി തന്നിട്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് ഇന്ന് ബിഹേവിയർ ഒരു 2%, അതായത് 1100 പോയിന്റിന്റെ മൂവ് മുകളിലൂടെ തന്നു. ഓക്കെ, തന്നു. അപ്പം 50,000 അടുപ്പിച്ച്, അതായത് ഈ ഒരു ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലെ ലിക്വിഡിറ്റിയോട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ റേഞ്ചിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, അവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ്. വീക്ക് മൂവ് ആണ്, അപ്സൈഡ് തരുന്നു, പിന്നെ വീക്ക് സെല്ലിംഗ് അപ്സൈഡ് പോകുന്നു. അപ്പോൾ ഇതൊരു റീറ്റെയിലേഴ്സിനെ കയറ്റിക്കൊണ്ടുള്ള മൂവാണ്. ഓക്കെ, റീറ്റെയിലേഴ്സിനെ കയറ്റിക്കൊണ്ടുള്ള മൂവാണ്. ബട്ട് എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസസ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നിയർലി 50,000-അടുത്ത് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു അൺസ്റ്റേബിലിറ്റി മുകളിലോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അൺസ്റ്റേബിലിറ്റി ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇത് കുറച്ചും കൂടി മുകളിലോട്ട് മൂവ് ആകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് ഫസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ടിനനുസരിച്ച് നിഫ്റ്റി നോക്കുക. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ക്ലിയർ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കുക, റെസിസ്റ്റൻസ്, ഇവിടെ ഒരു സപ്പോർട്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആ റെസിസ്റ്റൻസിനകത്ത് തന്നെയാണ്, ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് നിന്നിരുന്നത് കഴിഞ്ഞ ഒരു ദിവസം. ഇപ്പം ഇന്ന് ഓപ്പൺ ചെയ്തത് അതിന്റെ മുകളിൽ ഒക്കെ ബ്രേക്ക് ചെയ്തു. പിന്നെ രണ്ടാമത് ഈ ഏരിയയിൽ ഒരു റേഞ്ചും കൂടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു റേഞ്ചും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വട്ടം ഇവിടെ ബയേഴ്സിനെ വിളിക്കും, അതിനുശേഷം ഈ ഏരിയയിൽ പിന്നെയും സൈഡ് വൈസ് ആകുകയും പിന്നെയും ബ്രേക്ക്ഔട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു അൺസ്റ്റേബിലിറ്റി, അതായത് മാർക്കറ്റ് സൈഡ് വൈസ് പ്ലസ് താഴ്ത്തു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബട്ട് മേ ബി ഈ ഏരിയയിലൊന്ന് സപ്പോർട്ട് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഒരു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇതൊരു ക്ലിയർ റേഞ്ചിനകത്തായിരുന്നു. ഓക്കെ, ഇത്രയും ദിവസമായിട്ടൊരു റേഞ്ചിനകത്തായിരുന്നു. അപ്പോൾ ആ റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. താഴത്തോട്ട് വരുന്നു, സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് താഴത്തോട്ട് വരുന്നതിനകത്ത് സ്ട്രെങ്ത് ഇല്ല, സെല്ലേഴ്സ് അവിടെ സ്ട്രെങ്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസസിനെ ഒബ്വിയസ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്തത് കൊണ്ട് താഴ്ത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ ഒരു ഗ്യാപ്പ്, ഓക്കെ, പിന്നെ ഈ ആളുകളുടെ ഇപ്പം ഈ ഒരു ഗ്യാപ്പ് കവർ ആകുമെന്നും പറഞ്ഞുള്ള ഒരു മൂവ്, അതായത് ഈ ഒരു ഗ്യാപ്പിലോട്ട് എല്ലാവരും ശ്രദ്ധ പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്ത് മുകളിലോട്ട് മൂവ് ആകാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്ന ഇത്രയേ ഉള്ളൂ. മുകളിലോട്ട് മൂവ് ആവുന്നുണ്ട്, ബട്ട് മുകളിലോട്ട് മൂവ് അനുസരിച്ച് വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഫേക്ക് വോളിയം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഫേക്ക് വോളിയം, അതായത് ഈ ഒരു ക്യാൻഡിൽ നോക്കുക, ഈ ഒരു ക്യാൻഡിൽ നോക്കുക, ഇവിടെ ഒരു ഫേക്ക് വോളിയം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്ന് പുഷ് ചെയ്തിട്ട് താഴത്ത് വരാനുള്ള സാധ്യത നിഫ്റ്റിക്കകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നിഫ്റ്റിക്കകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഇതിലോട്ടൊന്ന് അപ്രോച്ച് ചെയ്ത് ഫെയിൽ ആകും. ഈ ഒരു ഏരിയ വരെ 49,400 ഈ ഒരു ഏരിയ വരെ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ മേ ബി ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് മൂവ് ആയാൽ നിഫ്റ്റിയും കൂടെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇവിടെ ബൈ സൈഡിലെ വോളിയം ഒരല്പം വോളിയം ബൈ സൈഡ് ഉണ്ട്. ബട്ട് സെൽ സൈഡ് തീർത്തും വോളിയം ഇല്ല. ഓക്കെ, തീർത്തും വോളിയം ഇല്ല. റീറ്റെയിലേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് ഇന്ന് ഈ ഏരിയയിൽ നോക്കിയാൽ മനസ്സിലാവും. റീറ്റെയിലേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ പോലെയാണ്. ബൈ സൈഡിലോട്ട് വോളിയം വരുന്നുണ്ട്. ബട്ട് സെൽ സൈഡിൽ വോളിയം തീർത്തും ഇല്ല. നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എക്സാക്റ്റ് ഒരു നല്ലൊരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ആയിരുന്നു, തിരിച്ചു വരുന്നു ആ ഏരിയയിൽ. ഈ ഏരിയയിൽ നിന്ന് ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഓക്കെ, ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിയും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിഫ്റ്റിയും കാണിച്ചുകൊണ്ട് അത് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി. ഏകദേശം 100-110 പോയിന്റിന്റെ ക്യാൻഡിലായിരുന്നു. ആ ക്യാൻഡിലിന്റെ ഏകദേശം 50% താഴെ വന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം താഴത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. സോ ഇത് പോസിബിലിറ്റീസ് ഈസ് താഴത്ത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 49,500 നല്ല സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 50,000 പുട്ട് സൈഡിലെ. ഓക്കെ, പുട്ട് സൈഡിലെ അത് പുട്ട് റൈറ്റേഴ്സിന്റെ സ്റ്റോപ്പ് ലോസസ് കൂടുതൽ 51,000 ആഡ് ആവുന്നുണ്ട്. അതായത് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് മൂവ് ആകുമെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് എല്ലാവർക്കും. ഓക്കെ, പൊസിഷൻസ് കൂടുതൽ ആ സൈഡിലോട്ട് 51,500 51,000 ഈ സൈഡിലെ പൊസിഷൻസ് കൂടുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവും. 49,000. ഓക്കെ, 49,000 നല്ല രീതിയിൽ ഉണ്ട്. കോളും പുട്ടും ഉണ്ട്. അത് കഴിഞ്ഞ് 48,000. ഓക്കെ, 46,000 ഇതിലൊക്കെ മന്ത്ലിയിൽ 47,000 എല്ലാ റൗണ്ട് ഫിഗറിലും നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം 49,000 ഓർ 50,000 9,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ, ഈ ഒരു റേഞ്ചിൽ ഹണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഇതിനെ ഒന്ന് ഹണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുന്നുണ്ട്. ഈ ഏരിയ നിന്ന് നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലെ സ്റ്റോപ്പ് ലോസസ് നിറയെ അവൈലബിൾ ആണ്. ഇവിടുന്ന് ബൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൊസിഷൻ നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാം. 819. ഓക്കെ, 819 ആവറേജ് ചെയ്തു. അത് ഈ ഏരിയ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ ഈ ഒരു ഏരിയ നിന്ന് സ്റ്റോപ്പ് ലോസ് ഒരല്പം വൈഡ് ആയിരിക്കും ഇതിന് മുകളിൽ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പ്ലാൻ ടാർഗറ്റ് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അപ്പം ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു റിജക്ഷൻ. ഓക്കെ, ഈ ഒരു റിജക്ഷൻ ഫെയിൽ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസസ് കൂടുതലായിട്ടുള്ള സ്ഥലത്തോട്ട് മാർക്കറ്റ് ഒന്ന് മൂവ് ആകാൻ സാധ്യതയുണ്ട്. അതായത് ഓപ്ഷൻ ചെയിൻ അനുസരിച്ച് 49,000 ഒക്കെ 49,000 അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സ്പീഡായിട്ട് ഈ 49,000 ഒന്നൊന്ന് ഹണ്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നിഫ്റ്റി ഒരല്പം വീക്കും കൂടിയാണ്. ഇപ്പോൾ ഈ ഏരിയയിൽ നിഫ്റ്റി തീർത്തും വീക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു. ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ച് ഒരല്പം മാർക്കറ്റ് ബ്രേക്കൗട്ട് തന്നു. മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ബട്ട് തീർത്തും സെല്ലേഴ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ സെല്ലേഴ്സിനെല്ലാം മാർക്കറ്റിൽ നിന്ന് ഔട്ട് ചെയ്തു. റീറ്റെയിലേഴ്സിനെ കയറാനായിട്ടുള്ള നിരവധി അവസരങ്ങൾ കൊടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇത്രയും മൂവായിട്ട് വന്ന് നിൽക്കുന്നത്. സോ ഇനി ഒരു പോസിബിലിറ്റി ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴത്ത് വരാനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് കാണിക്കും. അതായത് ക്വിക്കായിട്ടൊന്ന് താഴത്ത് വരാം. ഓക്കെ, നിഫ്റ്റി തീർത്തും വീക്കാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും പറഞ്ഞു 49,000 ആണ്. ഈ 49,000 ഒന്ന് ഹണ്ടാകാൻ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യാനുള്ള വളരെ അധികം സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ മൂവ് ആയിട്ടുണ്ട്. സോ നമ്മുടെ പൊസിഷൻ നോക്കിയാൽ നിയർലി 3K. ഓക്കെ, നിയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ 820 അടുത്താണ്. 50 പോയിന്റിന് പ്രീമിയം ആയിട്ടുണ്ട്. ഓക്കെ, 50 പോയിന്റ് പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇവിടുന്ന് റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ നേരെ പൊസിഷന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ 822 നമ്മൾ ഇതിനെ
ടു ട്രിഗർ 821 ഓക്കെ 821 നിയർലി നോക്കുക 60-70 പോയിന്റിന്റെ പ്രീമിയം നമുക്ക് ഇതുവരെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ നമ്മൾ ഇത് നേരെ സെലിയാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ സെലിയാൻ ചെയ്തു. പ്ലാൻ ചെയ്തതിനനുസരിച്ച് എൻട്രി വന്നു. നോക്കുക ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടെ ഒരു കാര്യം എനിക്ക് കാണിച്ചു തരാനുണ്ട്. മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ നോക്കുക ഇതൊരു നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിനനുസരിച്ച് മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ആയിരുന്നു. തിരിച്ച് അതേ ഏരിയയിൽ എത്തിയപ്പോൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇതിന് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ക്വിക്കായിട്ട് താഴ്ത്തു വരണം. ഇല്ല അതർവൈസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി തിരിച്ച് മുകളിലോട്ട് പോകും. ഓക്കെ അപ്പോൾ ഇതൊരു നമ്മളൊരു എക്സ്പെരിമെൻ്റൽ ട്രേഡാണ്. ഓക്കെ ഓപ്ഷൻ ചെയിൻ നോക്കി നമ്മൾ എടുത്ത എൻട്രിയാണ്. അപ്പോൾ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലായിട്ടാണ് ആ ഏരിയയിലോട്ട് മൂവ് ആകാം. ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൂവ് ആകാം എന്ന് വെച്ചാൽ 100% മൂവ് ആകണോ എന്ന് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ നമ്മളൊരു അനുമാനം എടുത്തു, അതിനനുസരിച്ച് നമ്മൾ എൻട്രി എടുത്തു. എക്സാക്ട് തിരിച്ച് സപ്പോർട്ടിലെത്തിയപ്പോൾ മാർക്കറ്റ് പിന്നെ റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മുടെ ഓക്കെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഫ്യൂച്ചർ ചാർട്ടർ അല്പം കൂടി ഇവിടെ സ്ട്രോങ് ആയിട്ട് മൂവ് കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു ട്രെൻഡ് ലൈനും പോകുന്നുണ്ട്. ഓക്കെ താഴത്തുനിന്ന് ടച്ചാണ് 2-3 വട്ടം ആ ട്രെൻഡ് ലൈനെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ ബ്രേക്ക് ചെയ്തു. ഓക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിലെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ഹണ്ട് ചെയ്തു. ഓക്കെ സ്റ്റോപ്പ് ലോസിനെ എന്ത് ചെയ്ത് ഹണ്ട് ചെയ്തു. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം ഇത് റിവേഴ്സൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ സോ ഒരു സെല്ലിംഗ് മൊമെന്റം ഇവിടെ വരുന്നുണ്ടായിരുന്നു. ബട്ട് അത് റിജക്റ്റ് ആയി മുകളിലോട്ട് മൂവായി. ഓക്കെ മുകളിലോട്ട് തീർത്ത് നോക്കിയാൽ മനസ്സിലാകും ഇത്രയും വലിയൊരു ക്യാൻഡിലായിരുന്നു. അതിനെ ബയേഴ്സ് ഏറ്റടിക്കുകയാണ് ചെയ്തത്. അത് ബയേഴ്സ് ഇവിടെ ഈ ഏരിയയിൽ ആക്റ്റീവായി. ഓക്കെ ഇനിയും മേ ബി വരാം. തൊട്ടടുത്ത ക്യാൻഡിലൊന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ വെൽ ആൻഡ് ഗുഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ നമ്മുടെ പൊസിഷനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ വലിയ റീസൺ ഇതാണ്. ഇത്രയും വലിയ സ്ട്രോങ് ഒരു മൂവ് ഓക്കെ ഒരു വൺ സൈഡ് 2%-ൻ്റെയൊക്കെ ഒരു മൂവ് തന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ എഗെയിൻസ്റ്റ് പോകുന്നത് അത് ഒന്നാമത്തെ കാര്യം ആ ഒരു ട്രെൻഡിന് അനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കണമെന്നാണ്. ഓക്കെ അപ്പോൾ ആ ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോകുമ്പോൾ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ആ റിസ്കിനെ നമ്മൾ അംഗീകരിച്ച് നമ്മുടെ പൊസിഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 50-60 പോയിന്റൊക്കെ വന്നു കഴിയുമ്പോൾ ഒക്കെ 60-50 പോയിന്റിന് മേലെ ചെന്നിട്ടാണ് നമ്മൾ പൊസിഷനെ കോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇനി ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ഫേവറിൽ വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ എൻട്രി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു എൻട്രി എടുത്തത് ഒരു സൈക്കിളിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഞാൻ ഷോർട്ടിന് പോയി? ഇപ്പോൾ ഏകദേശം 2% ഒരു അപ്സൈഡ് മൂവ് തന്നതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി മൂവ് തന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഷോർട്ട് സൈഡിലോട്ട് എൻട്രി എടുത്തത്. എന്തുകൊണ്ട് എൻട്രി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ്ങിങ് ആണ്. ഡെയിലി എൻട്രി എടുക്കാൻ പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന ഓപ്ഷൻ ബൈങ്ങിൽ ഡെയിലി എൻട്രി എടുക്കാൻ പോകരുത്. ഞാൻ ഏകദേശം അനിയൽ 2 മണിക്ക് അടുത്ത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സ്പോട്ട് ചാർട്ട് നോക്കിയപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിനനുസരിച്ച് ആ റെസിസ്റ്റൻസിനെ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 100-110 പോയിൻറ്റിൻ്റെ വലിയൊരു ക്യാൻഡിലായിരുന്നു. ഓക്കെ വലിയൊരു ക്യാൻഡിലായിരുന്നു. ആ ക്യാൻഡിലിൻ്റെ ഏകദേശം 50 പോയിൻറ്റ് താഴെയാണ് അത് വന്ന് ക്ലോസ് ചെയ്ത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് ഡോമിനൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ആ റെസിസ്റ്റൻസ് തൊട്ട് താഴെതാണ് അതിനുശേഷം സസ്റ്റെയിൻ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഷൂട്ടിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയത്. പിന്നെ ഒന്ന് മാർക്കറ്റിൽ നിന്ന് ഒന്ന് പുഷ് ചെയ്തിട്ട് താഴത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി നോക്കി 49,000 നിറയെ സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആണ്. സോ മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസസ് ആവുന്ന 50,000-നും ഓക്കെ 49,000 ഫസ്റ്റ് മാർക്കറ്റിൽ നിന്ന് സ്പീഡി. അപ്പോൾ ഇത്രയും വലിയൊരു അപ്സൈഡ് മൂവ് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ചിന്ത മുകളിലോട്ടാവും. ഓക്കെ അപ്പോൾ ഞാനിവിടെ സൈക്കോളജി യൂസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ലൊരു 2% മൂവ് വന്നു കഴിഞ്ഞു. ഓൾറെഡി 2 മണിക്ക് മുന്നേ തന്നെ 2% മൂവ് വന്നു കഴിഞ്ഞു. അപ്പോൾ തീർത്തും സെല്ലേഴ്സ് ഇല്ലായിരുന്നു, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. വോളിയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വോളിയം തീർത്തും കുറഞ്ഞായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ തീർത്തും കുറഞ്ഞു വന്ന സ്ഥിതിക്ക് ബയ്യേഴ്സ് കയറുന്നു. ബട്ട് ബയ്യേഴ്സിൻ്റെ ആ വോളിയത്തിനകത്തൊരു അൺസ്റ്റേബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് ഒരു ബൈ വരുന്നു, അത് വോളിയം സ്പൈക്ക് ആവുന്നു, പിന്നെ അതിന് ശേഷം ചത്തിരിക്കുന്നു. അപ്പോൾ ഒരു റേഞ്ച് പോകുന്നു, പിന്നെ ബ്രേക്ക് ഔട്ട് തരുന്നു, പിന്നെ റേഞ്ചിൽ വരുന്നു, പിന്നെ ബ്രേക്ക് ഔട്ട്. അപ്പം അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടുകളിൽ റീറ്റെയിലേഴ്സ് മാക്സിമം കയറും. ഓക്കെ അങ്ങനെ കയറാൻ സാധ്യതയുള്ള അങ്ങനെ കയറുമ്പോൾ വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്ത് റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് എല്ലാം ബൈ സൈഡിലോട്ട് ചിന്തിക്കുമ്പോൾ ഒരു പോസിബിലിറ്റി ക്വിക്കായിട്ട് തൊട്ടടുത്ത
ലിക്വിഡിറ്റി ഏരിയ അത് 49,000 സ്റ്റോപ്പ് ലോസസിൽ നിന്ന് ഹണ്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പേസിലാണ് ഞാൻ ഇന്ന് എൻട്രി എടുത്തത്. എൻട്രി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസസിനെ ഏകദേശം 60 പോയിൻറ്റിനടുത്തോളം ക്യാച്ച് ചെയ്തപ്പോൾ ഞാൻ റിസ്ക് എടുത്തില്ല. ബിക്കോസ് 2% മൂവ് ആയതാണ്. റിസ്ക് ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല? 2% മൂവ് ആയതിനു ശേഷമാണ് ഞാൻ ഷോർട്ട് സെല്ലിൽ, അതായത് നല്ലൊരു മൊമെൻറ്റം ബൈ സെല്ലോട്ട് വന്നതിന് ശേഷം ഞാൻ അതിന് എഗെയിൻസ്റ്റ് പോയുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമ്മളൊരു തരത്തിലൊരു എൻട്രി ഞാൻ എടുത്തു. ഓക്കെ, സപ്പോസ് ഞാനൊരു എൻട്രി എടുത്തതിന് ശേഷം ആ എൻട്രി ജയിക്കോ തോക്കുമോ അതെന്തുമാകട്ടെ, പക്ഷേ ഒരു ആസ് എ ട്രേഡർ, ആസ് എൻ ഓപ്ഷൻ ട്രേഡർ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്നൊരു എമോഷനാണ് നമ്മളെടുക്കുന്ന ട്രേഡ്. ഓക്കെ, നമ്മളെടുക്കുന്ന ട്രേഡ് അത് സക്സസ് ആയേ പറ്റുള്ളൂ, അതായത് ടാർഗറ്റ് ഹിറ്റായേ പറ്റുള്ളൂ. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അപ്പം ഞാൻ എടുക്കുന്ന ട്രേഡ് എടുത്തു, എനിക്ക് ചെറിയ ലോജിക്ക് ഉണ്ടെന്ന് തോന്നി ഞാൻ അവിടെ എൻട്രി എടുത്തു. അപ്പം ഒരു നല്ലൊരു മൊമെൻറ്റത്തിന് എതിരാണ് ഞാൻ പോകുന്നത്, 2% എതിരാണ് ഞാൻ പോകുന്നത്. 2% മൂവ് തന്നതിന് ശേഷമാണ് ഞാൻ എഗെയിൻസ്റ്റ് പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവർ 50-60 പോയിൻറ്റ് വരുമ്പോഴേ ഞാൻ നേരെ എൻ്റെ കോസ്റ്റ് കൊണ്ട് ഞാൻ ഇടും. ഓക്കെ, ബിക്കോസ് കോസ്റ്റ് കൊണ്ട് ഇടുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ബിക്കോസ് നമ്മൾ ആ ബ്രോക്കറേജ് കൊടുക്കാനുള്ള പൈസ വാങ്ങി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. ഓക്കെ, അപ്പം ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓപ്ഷൻ ചെയിൻ നോക്കുക, ഫ്യൂച്ചർ ചാർട്ട് നോക്കുക. ഓപ്ഷൻ ചെയിൻ നോക്കി അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് വല്ല ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ചെയിൻ എന്തിനു നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണുള്ളത് ആ ഏരിയയിലോട്ട് മാർക്കറ്റ് മൂവ് ആകെ അവിടുത്തെ സ്റ്റോപ്പ് ലോസസിനെ ഹണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ റിവേഴ്സൽ ട്രേഡ് എടുക്കാം. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ചെയിൻ നോക്കാൻ പറയുന്നത്. പിന്നെ രണ്ടാമത് ഫ്യൂച്ചർ ചാർട്ട് നോക്കി ട്രേഡ് എടുക്കാൻ നോക്കുക. സ്പോട്ട് ചാർട്ടിൽ നോക്കിക്കൊണ്ട് മാത്രം ട്രേഡ് ചെയ്ത് രണ്ടിനും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുക. രണ്ടിനും കമ്പൈൻ ചെയ്ത് നോക്കി നല്ല എൻട്രി കിട്ടും. ഓക്കെ, നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റാണ്. ഓപ്ഷൻസിൻ്റെ മൂവ് ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ മൂവ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ടും കൂടി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ വീക്കിലി അനാലിസിസ് കൊണ്ടുവന്നു, പക്ഷേ എൻ്റെ വോയിസ് തീർത്തും ബ്രേക്ക് ഡൗൺ ആയിരുന്നു. വെച്ചാൽ ഒട്ടും ഭംഗിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ കട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. സോ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ 2-3 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബയ്യർക്ക് വേണ്ടിയിട്ടുള്ള 159 രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത മെമ്പർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ട്രേഡിംഗ് രീതി, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈക്കോളജി രീതി, അവരെയൊക്കെ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബെയർ ട്രേഡ് ചെയ്യേണ്ട നോക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ആ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഏകദേശം വന്നു, തിരിച്ചു വന്നതിൻ്റെ കോസ്റ്റ് എക്സിറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്തു. എന്തുമാകട്ടെ, നമ്മളൊരു വട്ടം നമ്മൾ എൻട്രി എടുത്തു, നമ്മുടെ ഫേവറിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പോവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിവേ അടുത്ത വീഡിയോ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.